പി ശശികല ടീച്ചർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ടീച്ചർ, ഈ ഹിജാബ് വിഷയം കർണാടകയിൽ നമ്മൾ കണ്ടതാണ്. ഇതുപോലൊരു സ്കൂളിൽ തുടങ്ങിയ പ്രശ്നമാണ് സംസ്ഥാനത്തുടനീളം വ്യാപിച്ച് അത് സുപ്രീം കോടതി വരെ എത്തിയ ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചത്. ഇപ്പോൾ സമാനമായ ഒരു രീതി, ഒരു സംഭവം പള്ളുരുത്തിയിലെ സെന്റ് റീത്ത സ്കൂളിൽ നടന്നിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഒരു വിദ്യാലയം പഠിക്കാനുള്ളതാണ് എന്നതിലപ്പുറത്തേക്ക് ചിലരുടെ അജണ്ട നടപ്പാക്കാനുള്ള ഒരു കേന്ദ്രമാക്കി മാറ്റിയതാണ് നമ്മൾ പള്ളുരുത്തിയിലടക്കം കണ്ടത്. ആ സ്കൂളിന്റെ നിയമങ്ങൾ എന്താണ് എന്ന് അറിഞ്ഞാണ് അവിടെ കൊണ്ടുപോയി ചേർക്കുന്നത്. അതൊരു ഗവൺമെന്റ് സ്കൂളോ അല്ലെങ്കിൽ അതുപോലെ ഒരു ജനറൽ സ്കൂളോ അല്ല. അത് അവിടെ പോയി ചേരുന്നവർക്ക് വളരെ കൃത്യമായി എന്താണ് ആ സ്കൂളിന്റെ അച്ചടക്കം, അവിടുത്തെ ഡിസിപ്ലിൻ എന്താണ്, അവിടുത്തെ പാഠ്യപദ്ധതി എങ്ങനെയാണ്, ഇതൊക്കെ അറിഞ്ഞിട്ടാണ് അവരവിടെ കൊണ്ടുപോയി ചേർക്കുന്നത്. അപ്പൊ അവിടെ പോയി അവിടെ ചേർത്തോളം നിർബന്ധമില്ല. ഇവരൊരു പക്ഷെ വീട്ടിൽ പോയി ചേർത്തതും ആവില്ല. അപ്പോ അതൊക്കെ അറിഞ്ഞുകൊണ്ട് അവിടെ ചേർത്തിട്ട് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇത്തരം സ്ഥാപനങ്ങളൊക്കെ തന്നെ അപകടത്തിന്റെ നിഴലിലാണ് എന്നുള്ളതാണ്. എവിടെയാണെങ്കിലും കാരണം ഭംഗിയായ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാൻ ഒരാൾ വിചാരിച്ചാൽ ഏത് സ്ഥാപനത്തിൽ വേണമെങ്കിലും പ്രശ്നം ഉണ്ടാക്കാം എന്നുള്ളതിന്റെ ബാക്കിയാണ് അവിടെ കണ്ടത്. ഉത്തരേന്ത്യയിലെ വിഷയങ്ങൾക്കൊക്കെ ഇവിടെ കിടന്ന് ചാടുന്നവര് ഇപ്പൊ മൗനമാണ്. ആ മൗനമാണ് നമുക്ക് എന്താണെന്ന് മനസ്സിലാകാത്ത മൗനം. ഉത്തരേന്ത്യയിൽ എന്താണ് നടന്നതെന്ന് ഇവിടെ ആർക്കും അറിയില്ല. പക്ഷെ എന്നാൽ പോലും അതിന്റെ പേരിൽ ഇവിടെ കോലാഹലം കൂട്ടും. ആ കോലാഹലം കൂട്ടുന്നവരൊക്കെ ഒരു വിദ്യാലയം അടച്ചിടത്തക്ക 2 ദിവസം അടച്ചിട്ടിരിക്കുകയാണ്. ആ വിദ്യാലയം അടച്ചിടത്തക്ക വിധത്തിലേക്ക് മതമൗലികവാദികൾ കയറി നിരങ്ങിയപ്പോൾ അവർക്കൊന്നും പറയാനില്ല. ഇത് കേരളത്തിലെ ഈ കെട്ടിപ്പൊക്കിയ മതേതരത്വം ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ കാറ്റ് കയറ്റിയ ഒരു ബലൂണാണ്. ഒരു സൂചിത്തുള വീണാൽ മുഴുവൻ പൊട്ടിപ്പോകുന്ന വിധത്തിലുള്ള വെറും കാറ്റ് കയറ്റിയ ബലൂണാണ് ഇവിടുത്തെ ഈ മതേതരത്വം എന്ന് പറയുന്ന സാധനം. മതാധിപത്യത്തിലേക്കാണ് കേരളം നീങ്ങണത് എന്നാണ് പറയാനുള്ളത്. വളരെയധികം നന്ദി ടീച്ചർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.